എന്തെങ്കിലും ഇതൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ ഒന്ന് കുറക്കുക. നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് അങ്ങനത്തെ പല കാര്യങ്ങളും ഒന്ന് കുറച്ചിട്ട് നമ്മൾ സ്ക്രീനൊക്കെ കുറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നല്ലൊരു ശാന്തമായ ഉറക്കത്തിലേക്ക് നമ്മൾ. ഭക്ഷണത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ചില ഭക്ഷണങ്ങൾ നമ്മൾ കോർട്ടിസോളിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യും, ചില ഭക്ഷണങ്ങൾ കോർട്ടിസോളിൻ്റെ അളവ് നോർമലായി നിലനിർത്താനോ അല്ലെങ്കിൽ കുറക്കാനോ സഹായിക്കും. അപ്പോൾ നമ്മൾ ഫ്രൈഡ് ജങ്ക് ഫുഡ്സ് ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അത് കോർട്ടിസോളിൻ്റെ അളവ് കൂട്ടുക ചെയ്യാം. എന്നാൽ നിങ്ങൾ omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണം കഴിച്ചാലോ, ഇപ്പോൾ ഫിഷ്, ഫ്ലാക്സ് സീഡ്, സാൽമൺ മത്സ്യങ്ങൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എന്താ ഒരു മെച്ചം, നിങ്ങൾ കോർട്ടിസോൾ നോർമൽ ലെവലിൽ നിന്ന് താഴോട്ട് കൊണ്ടുവരാൻ പറ്റും, കുറക്കാൻ പറ്റും, ഈ സ്ട്രെസ് ഹോർമോണിൻ്റെ അളവ് കുറക്കാൻ പറ്റും. പിന്നെ മെഗ്നീഷ്യം, വൈറ്റമിൻ സി അടങ്ങിയ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഇതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിലോ എന്നാലും നമുക്ക് സ്ട്രെസ് ഹോർമോണിൻ്റെ അളവ് കുറക്കാൻ പറ്റും. കോർട്ടിസോളിൻ്റെ അളവ് അല്ലെങ്കിൽ സ്ട്രെസ് ഹോർമോൺ കുറക്കാൻ നമ്മൾ ലിമിറ്റ് ചെയ്യേണ്ട ഭക്ഷണം എന്തൊക്കെയാണ്? പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളും ഷുഗർ അടങ്ങിയ ഭക്ഷണങ്ങളുമാണ്. നമുക്ക് അഡാപ്റ്റോജൻസ് ആയിട്ടുള്ള അശ്വഗന്ധ, തൊടിയോല തുടങ്ങിയ